ഹായ് ഹലോ, സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മൾ കണ്ട കഥയിൽ നിന്നും ഒരു പുതിയൊരു ട്രാക്കിലേക്ക് കടന്നിരിക്കുവാണ് സ്നേഹക്കൂട്ട് ടീം എന്ന് പറയുന്നത്. ഇത്രയും നാളും ഋതുവിൻ്റെയും ഇന്ദ്രൻ്റെയും ആ ഒരു പ്രണയം അറിഞ്ഞതിന് ശേഷം പൊട്ടിത്തെറിയും കലഹവും, അതിനുശേഷം ഋതുവിൻ്റെയും മറ്റാരെങ്കിലും കൂടെ വിവാഹം നടത്താനായിട്ട് സേതുവും കുടുംബവും തീരുമാനിച്ചതും ഒക്കെയാണ് ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടത്. പക്ഷേ ഇനി ശരിക്കും സേതുവും പല്ലവിയും തമ്മിൽ അടിച്ചു പിരിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സേതു തൻ്റെ മനസ്സിൽ നിന്നും തൻ്റെ ജീവിതത്തിൽ നിന്നും പല്ലവിയെ പടിയിറക്കി വിടുന്ന ഒരു നിമിഷമാണ് ഇനി വരുന്ന എപ്പിസോഡുകളിലും ഇന്നും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇന്ദ്രനൊരു പണി അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ ജീവിതം തന്നെ തകരാനുള്ള സാധ്യതകളുണ്ട്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിൽ നടക്കുന്നത്. ആദ്യം എല്ലാവരും ഇപ്പോൾ ഋതു ആണെങ്കിലും ഇന്ദ്രനും ആണെങ്കിലും എല്ലാവരും വിചാരിച്ചു ആദ്യം സേതു കൊണ്ടുവന്ന ആലോചന പല്ലവി എന്തായാലും മുടക്കി. അപ്പോൾ പിന്നെ ഇനി എന്തായാലും ഉടൻ തന്നെ സേതു ഒരു ആലോചനയും കൊണ്ടൊന്നും വരാൻ പോകുന്നില്ല. കുറച്ച് ദിവസത്തേക്ക് സമയം കിട്ടും, ഗ്യാപ്പ് കിട്ടും. ആ ടൈമിൽ സേതുവിനെയും കുടുംബത്തെയും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം എന്നൊക്കെ പല്ലവി ആണെങ്കിലും ഇന്ദ്രനാണെങ്കിലും ഋതു ആണെങ്കിലും വിചാരിച്ചു. പക്ഷേ സേതു എന്ന് പറയുന്നത് അവര് ഒന്ന് ചിന്തിക്കുമ്പോൾ സേതു രണ്ട് ചിന്തിക്കുന്ന ആളാണ്. അതായത് ഇവരെ എങ്ങനെ കൊടുക്കാം, ആരാണ് ഈ വിവാഹ ആലോചന മുടക്കുന്നത്, അവരാരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പുതിയൊരു പ്ലാനും കൊണ്ടാണ് ഇന്ന് സേതു വന്നിരിക്കുന്നത്. ഇന്ദ്രൻ പറഞ്ഞതുപോലെ ആദ്യം സേതു വിചാരിച്ചു ഇന്ദ്രനായിരിക്കും ഈ വിവാഹം മുടക്കിയത് എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതിനുശേഷം നടന്ന സംഭവങ്ങളിലാണ്, അല്ലെങ്കിൽ അതിനുശേഷം ഇന്ദ്രനുമായിട്ട് കൊമ്പ് കോർത്ത സമയത്താണ് ഇന്ദ്രൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ സേതു പോലും ചിന്തിക്കുന്നത്. സേതു ഈ വിവരം പറഞ്ഞിരിക്കുന്നത് പല്ലവിയോടും ശോഭയോടും മാത്രമാണ്. വേറെ ഒരൊറ്റ ഒരാളോട് പോലും ഋതുവിനെ പെണ്ണ് കാണാൻ വരുന്നത് ആരാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് സേതു പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ആരായിരിക്കും ഈ വിവാഹം മുടക്കുക? ഉറപ്പായിട്ടും ഇന്ദ്രനായിരിക്കാൻ സാധ്യതയില്ല. പിന്നെയുള്ളത് പല്ലവിയോ ശോഭയോ ആയിരിക്കും. അത് ഉറപ്പിച്ചിട്ട് തന്നെയാണ് പല്ലവിയെ കാണാനായിട്ട് സേതു എത്തിയത്. ശോഭ പല്ലവിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതു വന്നു. ശോഭ കാര്യങ്ങൾ ചോദിച്ചു, ആരാണ് ഈ വിവാഹം മുടക്കിയതെന്ന് അറിഞ്ഞോ, ആരാണെന്ന് അറിഞ്ഞോ? എന്നാൽ ഇന്ദ്രനാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയത്. പക്ഷേ ഇന്ദ്രന്റെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി അവനല്ല ഈ വിവാഹം മുടക്കിയതെന്ന്. ചെക്കൻകുട്ടരുടെ വിവരങ്ങളൊന്നും തന്നെ അവനോ വേറെ ആർക്കും തന്നെ, എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അവർ ആർക്കും തന്നെ ഈ വിവരങ്ങളൊന്നും തന്നെ അറിയത്തില്ല. അറിയാവുന്നത് പല്ലവിക്കും പിന്നെ അമ്മയ്ക്കും മാത്രമേ അറിയാവുന്നുള്ളൂ. അതുകൊണ്ട് ഒന്നെങ്കിൽ ഈ വിവാഹം മുടക്കിയത് അമ്മ, ഇല്ലെങ്കിൽ പല്ലവി എന്ന് സേതു പറഞ്ഞു. ശോഭ പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്യാനാ മോനെ, ഞാൻ ആരുടെടുത്തും പറഞ്ഞിട്ടില്ല. പിന്നെ പല്ലവിക്കും ഇത് പറയേണ്ട യാതൊരു കാര്യവുമില്ല. ഈ വിവാഹം നല്ലതുപോലെ നടക്കണമെന്നേ ഞാനും പല്ലവിയും ആഗ്രഹിച്ചിട്ടുള്ളൂ. മറിച്ച് ഈ വിവാഹം മുടങ്ങാനായിട്ട് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്നുകൂടി ശോഭ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സേതുവിന് ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ട എന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ പയ്യന്റെ വീട്ടുകാർ മുടക്കാനും സാധ്യതയുണ്ട്. പക്ഷേ സേതുവിന് ഏത് തീരുമാനം എടുക്കണമെന്ന് അറിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ചായ പോലും കുടിക്കാതെ പല്ലവിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് സേതു തിരികെ വീട്ടിലോട്ട് പോയി. അപ്പോൾ പല്ലവി തിരികെ അതിനുശേഷം പോയത് ഋതുവിനെ കാണാനായിട്ടാണ്. ഋതുവിനെ കണ്ടു, സംസാരിച്ചു. എന്നിട്ട് ഋതുവിനോട് തൻ്റെ സങ്കടങ്ങൾ പല്ലവി പങ്കുവയ്ക്കുന്നുണ്ട്. നീ വലിയൊരു ഊരാക്കുടുക്കിൽ തന്നെയാണ് എന്നെ കൊണ്ട് പെടുത്തിയിരിക്കുന്നത് ഋതു. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു പ്രശ്നം, ഞാനാണ് ഈ വിവാഹം മുടക്കിയത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സേതുവേട്ടൻ പിന്നെ എന്നോട് ഒന്ന് ചിരിക്കുക പോലും ചെയ്തില്ല, എന്നെ വെച്ചിരിക്കത്തില്ല, എൻ്റെ ജീവിതം പോലും തകർന്നു പോകും എന്നൊക്കെ ഋതുവിനോട് പല്ലവി പറഞ്ഞു. എന്നാൽ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് പല്ലവി, നീ എന്നെ സഹായിച്ചേ മതിയാകൂ. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആത്മഹത്യ ചെയ്യുക എന്ന് മാത്രമേ എൻ്റെ മുന്നിൽ വഴിയുള്ളൂ എന്ന് ഋതു പറഞ്ഞപ്പോൾ പല്ലവി ഒന്ന് അലിഞ്ഞു. ശരി, നമുക്ക് നോക്കാം, ഇനി വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം, എന്താണെന്ന് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് പതുക്കെ പല്ലവി ഋതുവിനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ഋതുവും പല്ലവിയും തിരികെ വീട്ടിലേക്ക് എത്തി. എന്നാൽ സേതു ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും
നനഞ്ഞു, ഇനി കുളിച്ചു തന്നെ കയറാം എന്ന് സേതുവും വിചാരിച്ചു. എന്തായാലും താൻ കല്യാണ ആലോചനയുമായിട്ട് തന്റെ അനിയത്തിക്ക് വിവാഹ ആലോചനയുമായിട്ട് വന്നു. എന്നാൽ അത് ആരോ മുടക്കുന്നുണ്ട്, അത് കണ്ടുപിടിക്കണം. അതിന് സേതു സഹായം തേടിയത് മിത്രേട്ടന്റെ അടുത്തേക്കാണ്. മിത്രേട്ടൻ വഴി ഒരാളെ സേതു കൊണ്ടുവന്നു. എന്നിട്ട് അയാളുടെ മകന് ഒരു കല്യാണം ആലോചിക്കുകയാണ്. അയാളുടെ മകൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ LKG-യിലാണ്. പക്ഷെ ഇത് വെറും ഒരു നാടകമല്ലേ. അപ്പൊ അയാളുടെ മകനെ ഋതുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിട്ടും അങ്ങനെ പെണ്ണ് കാണാനായിട്ട് വരണം, അങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാം എല്ലാവരെയും അറിയിക്കും. ഋതുവിനോടും എല്ലാവരോടും പറയും. ഇപ്പൊ ഇയാളുടെ വീട്, പേര്, ഫോൺ നമ്പർ എല്ലാം ഞാൻ എല്ലാവരോടും പറയും. ഉറപ്പായിട്ടും ആ കല്യാണം മുടക്കാനായിട്ട്, ഋതുവിന്റെ വിവാഹം മുടക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെ ഇന്ന് നിങ്ങളെ ആ നമ്പറിൽ വിളിക്കും. ആ നമ്പറിൽ വിളിച്ചാൽ ഉടൻ തന്നെ ആ ഡീറ്റെയിൽസ് എന്നെ വിളിച്ചറിയിക്കണം. നിങ്ങൾക്ക് 2000 രൂപ ഞാൻ തരും. അതോടുകൂടി അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ സേതു പറഞ്ഞു. അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. പതിവ് പോലെ തന്നെ സേതു ഈ വിവരങ്ങളെല്ലാം തന്നെ പൂർണിമയെയും പിന്നെ ഋതുവിനെയും എല്ലാവരെയും അറിയിച്ചു. പല്ലവിയോട് പറഞ്ഞിട്ടില്ല, ബാക്കിയുള്ളവരെല്ലാവരോടും അറിയിച്ചു. അറിയിച്ചതിന് ശേഷം ഋതു ഉടൻ തന്നെ പല്ലവിയെ വിളിക്കുകയും എന്നിട്ട് ഇതേപോലെ ഏട്ടൻ ഇതേപോലെ വീണ്ടും ഒരു ആലോചനയുമായിട്ട് വന്നിട്ടുണ്ട്, അത് പല്ലവി എങ്ങനെയെങ്കിലും മുടക്കി തരണം എന്നുകൂടി ഋതു ആവശ്യപ്പെട്ടു. പല്ലവി ആദ്യം തയ്യാറായില്ലെങ്കിലും തന്റെ ജീവിതം തകർന്നു പോകുമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഋതുവിനെ സമാധാനിപ്പിച്ച് ഋതുവിന് ഒരു ആപത്തും വരാതിരിക്കാനായിട്ട് പല്ലവി ശരി സമ്മതിച്ചു. ആ നമ്പറും ഡീറ്റെയിൽസും ഋതു അയച്ചു കൊടുത്തത് പ്രകാരം പല്ലവി ആ നമ്പറിൽ വിളിക്കുകയും എന്നിട്ട് ഋതുവിനെ പെണ്ണാലോചിച്ച് വരുന്ന ആളല്ലേ, ഇതേപോലെ ഋതുവിന് മറ്റൊരു പ്രണയമുണ്ടെന്നും അങ്ങനെ ആ പ്രണയം മറികടന്ന് നിങ്ങൾ ആലോചനയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഋതു ആത്മഹത്യ ചെയ്തു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം മുടക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഋതു സ്നേഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അയാള് ഋതുവിനോട് പറയുകയും അങ്ങനെ ഋതു വിളിച്ച് പല്ലവിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ വിവാഹം മുടക്കി തരണം, ഇല്ലെങ്കിൽ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഋതു സമ്മതിച്ചു. അങ്ങനെ അയാളെ വിളിച്ച് ഋതുവിനെ പറ്റി ഋതു മറ്റൊരാളെ സ്നേഹിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ പല്ലവി വിളിച്ച് പറയുകയും പിറ്റേ ദിവസം മിത്രേട്ടനെ വിളിച്ച് വിവരം പറഞ്ഞ് മിത്രേട്ടനും സേതുവും കൂടി കണ്ടുമുട്ടി. അങ്ങനെ അവരെ കാണാനായിട്ട് തീരുമാനിച്ചു. എന്തായാലും ഇങ്ങനെ കല്യാണം മുടക്കാനായിട്ട് ഒരാൾ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ കാണാമെന്നും സേതു വിളിച്ചു പറയുകയാണ് ചെയ്തത്. എന്നാൽ ഇതിനിടയിൽ ഹരിയെ തേടി വലിയൊരു ഭാഗ്യം വരികയാണ് കേട്ടോ. അതും കൂടി പറയേണ്ടിയിരിക്കുകയാണ്. കാരണം ഹരി അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. പൂർണിമ ടെക്സ്റ്റൈൽസിനേക്കാളും വളർന്നു വരാനായിട്ടും ഹരി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഹരി ആ ഒരു റോഡരികിൽ നിന്നും തൻ്റെ നൈറ്റി വിറ്റുകൊണ്ടിരുന്ന സമയത്ത് ഹരി ഓരോരുത്തരെ ആകർഷിച്ച് ആ നൈറ്റി വിറ്റ് കൊടുക്കൂലേ, ആ ഒരു ഹരിയുടെ സംസാര രീതി അയാൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അയാളൊരു ടൂറിസ്റ്റാണ്, അങ്ങനെ ടൂറിസ്റ്റ് ഗൈഡാണ്. അയാളുടെ മുന്നിലൊരു ജപ്പാൻകാരൻ വരികയും ഒരു ഷർട്ടിൻ്റെ കാര്യം, അതായത് മഴ സമയത്ത് ചൂടും ചൂട് സമയത്ത് മഴയും, അങ്ങനെ ഒരു മാജിക് ഷർട്ട് അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഈ ഷർട്ടിൻ്റെ പാറ്റന്റ് എടുത്ത് അത് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടുന്ന ലാഭത്തിൻ്റെ പകുതി കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹരിക്ക് ഈ പേറ്റന്റ് എടുക്കാനായിട്ട് താല്പര്യമുണ്ടോ, ഈ ബിസിനസ്സിൽ പങ്കുചേരാൻ താല്പര്യമുണ്ടോ എന്ന് അയാൾ ചോദിക്കുകയും ഹരി ഓക്കെ പറഞ്ഞു. അങ്ങനെ ഹരി ഒരു ബിസിനസ് മാനായിട്ട് വളരാൻ പോവുകയാണ്. പൂർണിമ ടെക്സ്റ്റൈൽസിന് മുകളിൽ ഹരി എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഈ ഒരു സന്തോഷത്തിന്റെ ഇടയിലാണ് ഹരിയോടും പറഞ്ഞിട്ടില്ല, മിത്രേട്ടനെയും അയാളെയും കാണാനായിട്ട് സേതു എത്തി. എന്നിട്ട് സേതു ചോദിച്ചു, അത് ആരാണ് എൻ്റെ അനിയത്തിയുടെ, ഏവനാണ് എൻ്റെ അനിയത്തിയുടെ കല്യാണം മുടക്കാനായിട്ട് ഇത്ര ധൃതി പിടിച്ചു നിൽക്കുന്നത് എന്ന് സേതു ചോദിക്കുകയും എന്നാൽ അതൊരു ആണല്ല ഒരു പെണ്ണാണെന്ന് പറഞ്ഞപ്പോൾ സേതു ഞെട്ടിപ്പോയി. പെണ്ണോ? സാധാരണ സേതുവിന്റെ മനസ്സിലും ഇന്ദ്രനാണ്, അല്ലെങ്കിൽ ഇന്ദ്രൻ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്നാണ് സേതുവും വിചാരിച്ചത്. പക്ഷെ ഇതൊരു പെണ്ണാണോ എന്ന് കേട്ടപ്പോൾ സേതു ഞെട്ടിപ്പോയി. ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഡീറ്റെയിൽസ് ഒന്നും അയാളുടെ കയ്യിലില്ല, പക്ഷെ ഫോൺ നമ്പറാണ് ഉണ്ടായിരുന്നത്. ആ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തപ്പോഴാണ് സേതു ഞെട്ടിയത്. തൻ്റെ ജീവനായ പല്ലവി. അതോടുകൂടി സേതു തകർന്നു പോയി. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഉറപ്പായിട്ടും പല്ലവിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് സേതു ആദ്യം ഋതുവാണോ അല്ലെങ്കിൽ ഋതു പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും വിളിക്കുന്നതാണോ എന്ന് വിചാരിച്ചു. പക്ഷേ പല്ലവിയാണെന്ന് അറിഞ്ഞപ്പോൾ സേതുവിനും തകർന്നു പോയി. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? ഇതോടുകൂടി സേതുവിൻ്റെയും പല്ലവിയുടെയും ജീവിതം തകരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അങ്ങനെ ജീവിതം തകർന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും? സത്യങ്ങളെല്ലാം സേതു തിരിച്ചറിയുമോ? ഋതുവിൻ്റെയും ഇന്ദ്രൻ്റെയും വിവാഹം നടക്കുമോ? അതോ
മറ്റൊരു ദുരന്തമാണോ അവരെ തേടി വരാൻ പോകുന്നത്? നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.